പിണറായി വിജയൻ ഇവിടെ തോൽക്കണമെന്ന് നേരിട്ട് പറഞ്ഞ എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. പിണറായി വിജയൻ നേരിട്ട് മഴ കൊണ്ട് വെട്ടി അദ്ദേഹത്തിന്റെ കൈ ഇപ്പോഴും ഉണ്ട്. കാരണം പിണറായി വിജയൻ തോൽക്കാൻ പോവാണ്. ഈ തലേ ദിവസമാണ് നമ്മുടെ ഒരു പ്രവർത്തകന്റെ അടിച്ച് 12 സ്റ്റിച്ചാണ്. പിണറായി വിജയന്റെ വീട് ഇരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിലെ ഒരു പ്രദേശത്ത് പോയപ്പോൾ എന്നോട് പറയാണ്, സ്ഥാനാർത്ഥി ഇങ്ങോട്ട് കയറാൻ പാടില്ല. ഒരു ഡസനിലധികം വരുന്ന കോൺഗ്രസ് രക്തസാക്ഷികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ 17ാമത്തെ വയസ്സിലാണ് കൊല്ലപ്പെട്ടത്. UDF പ്രവർത്തകരുടെ അങ്ങോട്ട് വരണ്ട, വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ വരണ്ട എന്ന് പറയും. എന്നിട്ട് ആ വോട്ടുകൾ മുഴുവൻ ഇവർ തന്നെ ചെയ്യും. കള്ളവോട്ട് കൊണ്ട് മാത്രമാണ്. അത് ആർക്കാണ് അറിയാതെ? ധർമ്മടത്തെ ഏതൊരു സാധാരണക്കാരനും അറിയാം. നമസ്കാരം. ഇക്കഴിഞ്ഞ മെയ് 4-ാം തീയതി വോട്ടെടുപ്പ് ദിവസം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ വിറപ്പിച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു കേരളത്തിൽ, ശ്രീ അബ്ദുൾ റഷീദ്. നമസ്കാരം സാർ. നമസ്കാരം. കേരളം ഒട്ടാകെ ഉറ്റുനോക്കിയ ഒരു ഫലമായിരുന്നു ധർമ്മടത്തേത്. ധർമ്മടത്തെ ഭൂരിപക്ഷം പകുതിയാക്കാൻ താങ്കൾക്ക് കഴിഞ്ഞു. എങ്ങനെയാണ് പിണറായി വിജയനെ പോലെയുള്ള ഒരു അധികായനെ, അതും പാർട്ടിക്കോട്ടയിൽ, ഇത്രയധികം സ്വാധീനം ജനങ്ങളിൽ ചെലുത്താൻ താങ്കൾക്ക് കഴിഞ്ഞത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഒരു അത്ഭുതമാണ് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ നടന്നത്. കേരളം മുഴുവൻ ഒരു UDF തരംഗമുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരിക്കലും അതിനു മുമ്പും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും UDFന് അനുകൂലമായ ഒരു വലിയ തരംഗം ഉണ്ടായിരുന്നു. 4 കോർപ്പറേഷനും UDFന് ലഭിച്ചു, ഭൂരിഭാഗം പഞ്ചായത്തുകളും ലഭിച്ചു, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭൂരിഭാഗം ലഭിച്ചു. അപ്പോഴും അന്നും UDF തരംഗത്തെ തടഞ്ഞു നിർത്തി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന ഒരു അസംബ്ലിയാണ് ധർമ്മടം നിയോജക മണ്ഡലം. 8 പഞ്ചായത്തുകളാണ്, 8 വലിയ പഞ്ചായത്തുകളാണ്. ആ 8ൽ 8ഉം ഭരിക്കുന്നത് നിലവിൽ ഇടതുപക്ഷമാണ്. അതിൽ 6 പഞ്ചായത്തുകൾ കാലാകാലങ്ങളായി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നതാണ്. മുഴപ്പിലങ്ങാടും കടമ്പൂരുമാണ് അല്പമെങ്കിലും UDFന് ചെറിയൊരു സ്വാധീനമുള്ളത്. പക്ഷേ ആ പഞ്ചായത്തുള്ളൂ. മുഴപ്പിലങ്ങാട് പഞ്ചായത്തും കഴിഞ്ഞ 20 വർഷക്കാലമായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. കടമ്പൂർ പഞ്ചായത്തും നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നൽകിയ ഒരു അസംബ്ലിയിൽ ഒരട്ടിമറിയും അല്ലെങ്കിൽ ഒരു നേരിയ പതർച്ച പോലും ഇടതുപക്ഷം പോലും അല്ലെങ്കിൽ മാധ്യമങ്ങൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ അവിചാരിതമായിട്ടാണ് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കടന്നു വരുന്നത്. ഞാൻ കഴിഞ്ഞ തവണ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലായിരുന്നു മത്സരിച്ചത്. അവിടുന്ന് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. ഞാൻ തുടക്കം മുതൽ പറഞ്ഞിരുന്നു, ഇവിടെ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിനെ ആരും വലിയ രീതിയിൽ അതിനെ ചെവിക്കൊണ്ടില്ല. പലരും തമാശയായി അതിനെ കണക്കാക്കിയായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് കേവലം 14 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ്. നമുക്ക് ഇത്തവണ പ്രചരണത്തിന് സമയം കുറവായിരുന്നല്ലോ. 14 ദിവസം മാത്രമാണ് ഈ ധർമ്മട നിയോജകമണ്ഡലത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു പ്രചരണത്തിന് എനിക്ക് അവസരം ലഭിച്ചത്. പക്ഷെ ആ 14 ദിവസം കൊണ്ട് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 51,000-ൽ നിന്ന് 19,000-ലേക്ക് കുറക്കുവാനും ഏകദേശം 32,000 വോട്ടിന്റെ കുറവാണ് ഇടതുപക്ഷത്തിന്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു തോൽവി എന്ന് തീർച്ചയായും ഒരു പരാജയം തന്നെയാണ്. കാരണം ധർമ്മടം കേരളത്തിലെ 140-ൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു മണ്ഡലമല്ല, അവരെ 1ാമത്തെ മണ്ഡലമാണ്. പ്രത്യേകിച്ച് 6 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഇന്നത്തെ രാഷ്ട്രീയ രംഗത്ത് അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു നേതാവ് മത്സരിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ കേട്ടത് ഒരുപാട് അപവാദങ്ങളായിരുന്നു. നിരന്തരമായി സൈബർ മേഖലയിൽ ഉൾപ്പെടെ അക്രമമായിരുന്നു. അവർ പറഞ്ഞു നേർച്ചക്കോഴിയാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയും, അതുപോലെ തന്നെ ചാവേറാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി, എന്നെ പറ്റിയാണ്. അതുപോലെ വോട്ടെണ്ണുമ്പോൾ ആദ്യം തോൽക്കുന്ന സ്ഥാനാർത്ഥി ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥിയായിരിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് തോൽക്കുന്ന സ്ഥാനാർത്ഥി ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥിയായിരിക്കും. ഇത്തവണ ഒരു വേള അവരുടെ സൈബർ വിഭാഗം പ്രചരിപ്പിച്ചത് 1 ലക്ഷം കടക്കും ധർമ്മടത്തെ ഭൂരിപക്ഷം എന്നാണ്. പിണറായി വിജയന്റെ ഒരു പടി കൂടി കടന്ന് ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞു 75,000 കടന്ന് ഭൂരിപക്ഷം പോകും. അവരുടെ ശശി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പരസ്യമായും രഹസ്യമായും പറഞ്ഞത് ഒരു 75,000 കടന്നു പോകും. കാരണം കേരളത്തിൽ കിഫ്ബി ഫണ്ട് ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരിക്കുന്ന മണ്ഡലം എന്ന് അവർ അവകാശപ്പെടുന്നത് ഈ ധർമ്മടത്താണ്. അതുപോലെ തന്നെ അവരുടെ സ്വപ്ന പദ്ധതികളെല്ലാം പിണറായി വിജയന്റെ വീടിനോട് ചേർന്നിട്ടുള്ള എഡ്യൂ സിറ്റി ഉൾപ്പെടെ അവരുടെ സ്വപ്ന പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിരിക്കുന്നത് ഈ ധർമ്മടത്താണ്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ ഒരു ആനുകൂല്യമുണ്ട്. മറ്റെല്ലായിടത്തും UDF തരംഗം ഉണ്ടായപ്പോഴും ഇടതുപക്ഷത്തിനോട് കൂടുതൽ ചേർന്ന് നിന്ന ഒരു അസംബ്ലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UDFന്റെ കയ്യിലുണ്ടായിരുന്ന കടമ്പൂർ പഞ്ചായത്ത് കൂടി പിടിച്ച് 8 പഞ്ചായത്ത് സമ്പൂർണ്ണമായ ആധിപത്യമായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകൾ മുഴുവൻ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ മുഴുവൻ ഡിവിഷനുകളിലും വലിയ ഭൂരിപക്ഷമാണ്, 1,00,000-ഓളം വരുന്ന ഭൂരിപക്ഷമാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പാർട്ടി ഗ്രാമങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ന് വരെ UDF ജയിച്ചിട്ടില്ല. UDFന് ഒരു പഞ്ചായത്ത് മെമ്പർമാർ പോലും കൈപ്പത്തി ചിഹ്നത്തിലില്ലാത്ത, ഇതുവരെ സ്വതന്ത്ര ഭാരത ചരിത്രത്തിലില്ലാത്ത പിണറായി
പഞ്ചായത്ത് പ്രതിപക്ഷമില്ല, കാലാകാലങ്ങളായി പിണറായി പഞ്ചായത്തിൽ പ്രതിപക്ഷം ഉണ്ടായിട്ടില്ല. ഒരിക്കലും അവരുടെ ഇടയിലുള്ള ഒരു തർക്കം കൊണ്ട് ഒരു സ്വതന്ത്ര മെമ്പർ ജയിച്ചതൊഴിച്ചാൽ അത് UDF ഇതാണെന്ന് മാത്രം പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ധർമ്മടം പഞ്ചായത്തിൽ നിലവിൽ കോൺഗ്രസിന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. മുഴപ്പിലങ്ങാടുള്ളത് ഒരു മെമ്പറാണ്. അവരെ സംബന്ധിച്ച് വൈകാരികമാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവികൊണ്ട ഒരു സ്ഥലമാണ് ധർമ്മടം. ധർമ്മടത്തെ പിണറായി പഞ്ചായത്തിലെ പാറപ്പുറത്താണ് 1921 വടവതി ബാപ്പൂട്ടി എന്ന് പറയുന്ന ഒരു സാധാരണ തൊഴിലാളിയുടെ വീട്ടിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവി കൊള്ളുന്നത്. അപ്പോൾ പാർട്ടി പിറന്ന മണ്ണാണ് പാറപ്പുറം. ഒരുപാട് സമരങ്ങൾ നടന്ന മണ്ണാണ്. രക്തസാക്ഷികൾ, അവരുടെ രക്തസാക്ഷികളുള്ള മണ്ണാണ്. മഹാനായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് സഖാവ് ആയിലത്ത് കുറ്റേരി ഗോപാലൻ, സഖാവ് AKGയുടെ ജന്മനാട് ഉൾപ്പെടുന്ന അതിശക്തമായ പാർട്ടി ഗ്രാമങ്ങളുള്ള, പാർട്ടി കോട്ടകളുള്ള, ജനാധിപത്യപരമായ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊന്നും തീർത്തും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത കോൺഗ്രസിന് ഒരു ഡസൻ രക്തസാക്ഷികളുണ്ട്. മുസ്ലിം ലീഗിൻ്റെ മുഴപ്പിലങ്ങാടിലെ രക്തസാക്ഷി ഉൾപ്പെടെ ഒരു ഡസനിലധികം വരുന്ന കോൺഗ്രസ് രക്തസാക്ഷികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ 17ാമത്തെ വയസ്സിലാണ് കൊല്ലപ്പെട്ടത്. പീറ്റക്കണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ. അങ്ങനെ എത്രയോ BJPക്കാർ, അതായത് സ്വന്തം ഭർത്താവിനെയും മകനെയും കൺമുന്നിൽ, അതായത് ഭർത്താവ് കൊല്ലപ്പെട്ട് അതേ ദിവസം തന്നെ മകനെയും വീടിൻ്റെ മുന്നിൽ കൊല്ലപ്പെട്ട് BJPയുടെ രക്തസാക്ഷിയാണ് രമിത്തിന്റെ പിതാവും. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് BJPയുടെ സംഘപരിവാറിന്റെ ചെറുപ്പക്കാരെ, അതായത് CPM ഏരിയ സെക്രട്ടറിയുടെ ബന്ധു തന്നെയാണ് 2 RSSന്റെ ചെറുപ്പക്കാർ. സ്വന്തം ബന്ധുവിനെയാണ്, ബന്ധത്തിൽപ്പെട്ട 2 കുട്ടികളെയാണ് ഇരട്ടക്കൊലപാതകം, മേലൂർ ഇരട്ടക്കൊലപാതകം കേട്ടിട്ടുണ്ട്. അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ വിളനിലയമായിരുന്നു ഒരു കാലത്ത് കൊണ്ടും കൊടുത്തും. ഒരു കാലത്ത് കോൺഗ്രസിന് ഏകപക്ഷീയമായി കോൺഗ്രസ് രക്തസാക്ഷികളെ കൊന്നൊടുക്കുകയും പിന്നീട് സംഘപരിവാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റുമുട്ടലിൽ നിരവധിയാർന്ന രക്തസാക്ഷികൾ ഉണ്ടാവുകയും ചെയ്ത അക്രമത്തിൻ്റെ ഏറ്റവും പേക്കൂത്ത് നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ ധർമ്മടം. ആ മണ്ഡലത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ ഒരു റിസൾട്ട്. ലോകത്തെ മുഴുവൻ മലയാളികളും, ഒരു വേള കേരളത്തിൻ്റെ മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും, അതായിരുന്നു ചർച്ച. 4ാം റൗണ്ട് കഴിഞ്ഞ് ഏകദേശം 11:30 മാതൃഭൂമിയിൽ പറഞ്ഞു സജി ചെറിയാനാണോ അല്ല ബാലഗോപാലാണോ കേരളത്തിൻ്റെ, കാരണം പിണറായി വിജയൻ തോൽക്കാൻ പോവാണ് 1ാമത്തെ റൗണ്ടിൽ. കാരണം ഇത് കേവലം ഒരു റൗണ്ട് എന്നുള്ളതല്ല, പലരും ഇപ്പം പറയാണ് 6 റൗണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. കേവലം ഒരു റൗണ്ടല്ല. ഈ ലീഡ് നേടിയ പ്രദേശങ്ങളിൽ ഒരു തവണ പോലും, ഞാൻ നേരത്തെ പറഞ്ഞു, സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരാത്ത ചെമ്പിലോട് പഞ്ചായത്ത്, UDF അധികാരത്തിൽ വരാത്ത ചെമ്പിലോട് പഞ്ചായത്ത്, UDF ഒരിക്കലും ഇതുവരെ ഭരിച്ചിട്ടില്ലാത്ത, ഇപ്പോഴും ഭരിക്കാത്ത അഞ്ചരക്കണ്ടി പഞ്ചായത്ത്, അതുപോലെ പിണറായി വിജയന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്ത്. ഈ പഞ്ചായത്തുകളിലാണ് 7ാം റൗണ്ട് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, 10 വർഷക്കാലം നാട് ഭരിച്ചിരുന്ന, സകല അധികാരങ്ങളും കയ്യിലുണ്ടായിരുന്ന, എന്താ പറയുക, ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചിരുന്ന, അതായത് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ലോകത്തോട് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചിരുന്ന, എന്താ പറയുക, ജനങ്ങളോട് കടക്കു പുറത്ത് എന്ന് പറഞ്ഞിരുന്ന, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ നിന്റെ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞിരുന്ന സർവാധിപതി, സ്വേച്ഛാധിപതി, ഏകാധിപതി എന്ന് കേരളത്തിൻ്റെ ജനാധിപത്യ സമൂഹം വിശേഷിപ്പിച്ച ഒരു വ്യക്തി 7 റൗണ്ട് വരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇങ്ങനെ പിറകിൽ നിൽക്കുന്ന നാണക്കേട്. സാങ്കേതികമായി അവർ ജയിച്ചുവെങ്കിലും ഒരു രാഷ്ട്രീയപരമായി പരാജയപ്പെടുന്നൊരവസ്ഥ ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഉണ്ടായത് അത്ഭുതത്തോടു കൂടിയാണ് ലോകത്തെ മുഴുവൻ ആളുകളും മലയാളികളും നോക്കിക്കണ്ടത്. പക്ഷേ ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾ, താങ്കൾ തന്നെ പിന്നീട് വലിയ വേദനയോടുകൂടി പറഞ്ഞതാണ്, മാത്രമല്ല കേരളം ശ്രദ്ധിച്ചതുമാണ്, മുതിർന്ന നേതാക്കളൊന്നും, കോൺഗ്രസ് നേതാക്കളൊന്നും താങ്കളുടെ പ്രചാരണത്തിനായി വന്നില്ല, രമേശ് ചെന്നിത്തല ഒഴികെ. ഒരുപക്ഷെ അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ 19,000 മറികടക്കാൻ കഴിയും. ഞാനത് പരാതിയായി പറഞ്ഞതല്ല. സ്വാഭാവികമായും ജയിക്കണം. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ 2ാമത്തെ പോരാട്ടമാണ്. പാർട്ടി എനിക്ക് തന്നതെല്ലാം കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും, ഇന്ത്യ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു രണ്ട് പോരാട്ടങ്ങളും പാർട്ടി എനിക്ക് മുമ്പ് തരുമ്പോൾ അവിടുത്തെ സീറ്റ് ഭൂരിപക്ഷം, കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ എനിക്ക് സീറ്റ് തരുമ്പോൾ 43,000 ആയിരുന്നു. അതും അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. KSU ഭാരവാഹി ആയിരിക്കെ 43,000 ആയിരുന്നു. അന്ന് ഭൂരിപക്ഷം കുറഞ്ഞു. ഞാനതിലേക്ക് വരാം. അതിനുശേഷം ഇപ്പോൾ നിലവിൽ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞു 8 പഞ്ചായത്തും ഇടതുപക്ഷം ഭരിക്കുന്ന, ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. നിലവിലെ ഭൂരിപക്ഷം 51,000. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് അവരുടെ ഇടയിൽ ശക്തനായി നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് സീറ്റ് നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് ജയിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഞാനതൊരു അങ്ങനെ ആഗ്രഹമായി പറഞ്ഞതാണ്, അല്ലാതെ ഒരു പരാതിയോ പരിഭവമോ അല്ല. പക്ഷേ അതിൻ്റെ ഒരു സാങ്കേതികത്വം സ്വാഭാവികമായും ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അഭിമാനകരമായി
ശക്തമായൊരു പോരാട്ടമാണ്. സ്വാഭാവികമായും 51,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിലും UDF-ന് ഒരു നേരിയ സാധ്യത പോലും കൽപ്പിക്കപ്പെടാത്ത ഒരു അസംബ്ലിയാണ് ധർമ്മടം. സ്വാഭാവികമായും നേതാക്കന്മാരെല്ലാം മത്സരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി ബഹുമാനായ രമേശ് ചെന്നിത്തല ഹരിപ്പാട് മത്സരിക്കുന്നു, മുഖ്യമന്ത്രി പറവൂരിൽ മത്സരിക്കുന്നു. അപ്പോൾ ശക്തമായൊരു പോരാട്ടം ഉണ്ട്. ഇതൊക്കെ ഒരു പ്രതീതി ഇടതുപക്ഷം വരുത്തുന്ന ഒരു സമയത്ത് സമയക്കുറവുകൊണ്ടാണ്, അങ്ങനെ ബോധപൂർവമല്ല. പക്ഷേ ദേശീയ നേതാക്കന്മാരുടെ പ്രചരണം എല്ലായിടത്തും പോകേണ്ടതുണ്ട്. അവരാരും ഉറങ്ങിയിട്ടില്ല, അവരാരും നിരന്തര യാത്ര ചെയ്യായിരുന്നു. ആ ദിവസങ്ങളിലൊന്നും വിശ്രമം അറിയാതെ ഓടിയവരാണ്. സ്വാഭാവികമായ ആ ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയിൽ സാങ്കേതികമായ ചില പ്രയാസങ്ങൾ കൊണ്ട് വരാൻ പറ്റാതെ പോയതായിരിക്കാം. പക്ഷേ ഞാനത് ആഗ്രഹമായി പറഞ്ഞതാണ്. കാരണം ഒറ്റയടിക്ക് 31,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറക്കാൻ സാധിച്ചു നമുക്ക് ചെറിയ പ്രചരണം. ഞാൻ ഈ ഭൂരിപക്ഷം നേടിയ മേഖലകളിലാണ് കൂടുതൽ സമയം എൻ്റെ പ്രചരണത്തിന് ചെലവഴിച്ചത്. പിണറായി പഞ്ചായത്തിലും മുഴപ്പിലങ്ങാട് ആ മേഖലയിലൊക്കെ സംഘടനാപരമായി വളരെ ദുർബലമാണ്. ഞാൻ പറഞ്ഞു, ഈ 3 പഞ്ചായത്തുകളിൽ കൂടി കോൺഗ്രസിന് ആകെയുള്ളത് 2 പഞ്ചായത്ത് മെമ്പർമാരാണ്. ഇത് പിണറായി വിജയൻ ലീഡ് നേടിയ പിണറായി പഞ്ചായത്തിലും ധർമ്മടം പഞ്ചായത്തിലും മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലും കൂടിയുള്ളത് കോൺഗ്രസിന് 2 പഞ്ചായത്ത് മെമ്പർമാരാണ്. അത്രയും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അതുപോലെ തന്നെ ദുർബലമാണ് ആ മേഖലകളിൽ. സ്വാഭാവിക ഇടതുപക്ഷത്തിന് വലിയ എന്താ പറയുക സ്വാധീനവും ആ മേഖലയിലുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെ പ്രചരണം നടത്താൻ വേണ്ടി സാധിച്ചില്ല. പിന്നെ പാർട്ടി ഗ്രാമങ്ങളാണ് അവിടെ. ചേരിക്കൽ എന്നൊക്കെ പറയുന്ന പ്രദേശം നമുക്ക് അടുക്കാൻ പോലും കഴിയില്ല. പിണറായി പഞ്ചായത്ത് ഇപ്പോഴും നമ്മുടെ പ്രചരണ ബോർഡുകൾ ഒരു സ്ഥലത്തും പോസ്റ്ററും ബോർഡുകളും ഒന്നും വെക്കാൻ വേണ്ടി സാധിച്ചില്ല. ഈ പിണറായി പഞ്ചായത്തിൽ മാത്രം ഏകദേശം 15 ബൂത്തുകളിൽ എന്താ പറയുക നമ്മുടെ പേരിന് മാത്രമായിരുന്നു നമ്മുടെ ഏജന്റുമാർ. അതിവ്യാപകമായ കള്ളവോട്ട് ആ മേഖലയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോഴും കള്ളവോട്ട് കൊണ്ട് മാത്രമാണ്. അത് ആർക്കാണ് അറിയാതെ? ധർമ്മടത്തെ ഏതൊരു സാധാരണക്കാരനും അറിയാം. ഈ മേഖലകളിലെല്ലാം CPM നടത്തുന്നത് അതിഭീകരമായ ജനാധിപത്യ വിരുദ്ധതയാണ്, കള്ളവോട്ടാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള മേഖലകളിൽ വേങ്ങാട് പഞ്ചായത്തിൻ്റെ നിരവധിയാർന്ന ബൂത്തുകളിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിൽ ബൂത്ത് ഏജന്റുമാർ ഇരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ബൂത്ത് ഏജന്റുമാർ ഇരുന്നെടുത്ത് അവരെ എന്താ പറയേണ്ടത്, അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടില്ല. അവിടെ നമ്മുടെ പാതിരിയാട് മേഖലകളിലൊക്കെ വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ചില സ്കൂളുകളിൽ, ചില ബൂത്തുകളിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഏകപക്ഷെ അവിടെയൊക്കെ പോളിംഗ് നടക്കുന്നത് 93%, 90-ന് മുകളിലാണ്, 95% ഒക്കെയാണ്. അപ്പം 80-നപ്പുറം കടന്നു പോകുന്ന വോട്ടൊക്കെ അവിടെ തലേ ദിവസം തന്നെ വീടുകളിൽ കയറി പറയും, ഭീഷണിപ്പെടുത്തും. UDF-ന്റെ പ്രവർത്തകരുടെ അങ്ങോട്ട് വരണ്ട, വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ വരണ്ട എന്ന് പറയും. എന്നിട്ട് ആ വോട്ടുകൾ മുഴുവൻ ഇവർ തന്നെ ചെയ്യും. അവിടത്തേക്ക് ക്യാമറകൾ ഒന്നുകിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒക്കെ കടലാസ് പേപ്പറൊക്കെ ഇട്ടിട്ട് ബ്ലറാക്കും, മറച്ചു വെക്കും. അതല്ലെങ്കിൽ ക്യാമറയുടെ ദിശ തിരിച്ചു വെക്കും. ഇതൊന്നും വ്യക്തമാവില്ല. ദൃശ്യങ്ങൾ തന്നെ ഇതിൻ്റെ ഇടയിൽ ഗ്ലാസ് പേപ്പർ ഇട്ടിട്ട് പിന്നെ അവ്യക്തമായിട്ട് ബ്ലറാക്കിയിട്ട് അവ്യക്തമാക്കി വെക്കും. അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ തലേ ദിവസം തന്നെ അവരുടെ ആയുധം കാണിച്ചൊക്കെ ഭീഷണിപ്പെടുത്തും. ആ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായി. ഇത് ഒരു പകൽ പോലെ സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും അത്ഭുതത്തോട് കേൾക്കുന്നത്, ഇത് വർഷങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിലൂടെ ഞങ്ങൾ വായിച്ചതാണ്. പക്ഷേ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും ഒരു ബൂത്തിൽ സ്ഥാനാർത്ഥിയെ തന്നെ ഇരുത്താൻ സമ്മതിച്ചിട്ടില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നമുക്കൊരു പരിധിക്കപ്പുറം, ഞാൻ തന്നെ പല ബൂത്തുകളിലും ഞാൻ നേരിട്ടാണ് നമ്മുടെ ആളുകളെ കയ്യേകാലെ വീണ് ബൂത്തിൽ പേരിനെങ്കിലും ഇരുത്തിയത് പല ബൂത്തുകളിലും. അത് വേങ്ങാട് പഞ്ചായത്തിൻ്റെ ചില മേഖലകളിലാണ്. പിണറായി വിജയൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്തിലാണ്. പിണറായി പഞ്ചായത്തിൽ നമുക്കിപ്പോൾ പ്രവർത്തകരോട് മരിക്കാൻ പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രാദേശിക ഘടകത്തെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ഇവിടുത്തെ പരിമിതികൾ അതാണ്. ഇവിടുത്തെ കണ്ണൂർ ജില്ലയുടെ പ്രത്യേകിച്ച് ധർമ്മട അസംബ്ലിയിലെ ചില മേഖലകളിൽ ഞാൻ പറഞ്ഞില്ലേ 12ഓളം രക്തസാക്ഷികളാണ് ഈ മണ്ഡലത്തിൽ. മുഴപ്പിലങ്ങാടിലെ ശ്രീകാന്ത് ഉൾപ്പെടെ പീറ്റക്കണ്ടി ഉൾപ്പെടെ എന്താ പറയുക അങ്ങനെ രക്തസാക്ഷികളാണ്, മരണപ്പെട്ടവരാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ബൂത്തിലിരുന്നാൽ ഈ തലേ ദിവസമാണ് നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ അടിച്ച് 12 സ്റ്റിച്ചാണ് തലേ ദിവസം ഈ ബൂത്ത് ഏജന്റ് ഇലക്ഷൻ്റെ പാസ് വാങ്ങാൻ പോയതിനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അക്രമം നടക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിസ്സഹായരാണ്. സംഘടനാപരമായും രാഷ്ട്രീയപരമായും നമ്മുടെ ചില മേഖലകളിൽ നിസ്സഹായരാണ്. നിങ്ങളൊക്കെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്, എൻ്റെ ബോർഡുകൾ വ്യാപകമായി മോഷിച്ചുകൊണ്ടുപോയി. ഇന്ത്യയിൽ അങ്ങനെ എനിക്കൊന്ന് ഉത്തരേന്ത്യയിൽ പോലും ജംഗിൾ രാജ നടക്കുന്ന സ്ഥലത്ത് പോലും അങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രചരണ വാഹനം, സ്ഥാനാർത്ഥിയുടെ വാഹനം പരസ്യമായി ഇതിൻ്റെ വിഷ്വലുകളൊക്കെ കണ്ടതാണ്, തടയുകയാണ്. സ്ഥാനാർത്ഥിയോട് അങ്ങോട്ട് കയറണ്ട. ഇപ്പം തെരഞ്ഞെടുപ്പ് ദിവസം ഞാൻ ഈ പിണറായി വിജയൻ്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിലെ ഒരു പ്രദേശത്ത് പോയപ്പോൾ എന്നോട് പറയാണ്, സ്ഥാനാർത്ഥി ഇങ്ങോട്ട് കയറാൻ പാടില്ല, സ്ഥാനാർത്ഥി ഇങ്ങോട്ട് കയറാൻ പാടില്ല. വലിയ ഒച്ചപ്പാടും അവസാനം CRPF-ന്റെ സഹായത്തോടു കൂടിയാണ് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക്, കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്, CSF-ന്റെ സഹായത്തോടു കൂടി. അപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പോഴും അതാണ് അവരുടെ നിയമമാണ്. ഞാൻ ചോദിച്ചത് എന്താ സ്ഥാനാർത്ഥി കയറിയാൽ അതല്ല, ഇവിടെ അങ്ങനത്തെ പതിവില്ല. ഞാൻ പറഞ്ഞു പതിവില്ല എന്നുള്ളത് ഒരു നിയമമാണോ? അല്ലല്ലോ.
അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളായി ഒച്ചപ്പാടായി. ഞാൻ ധൈര്യപൂർവ്വം എൻ്റെ കൂടെ കേന്ദ്രസേന ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ധൈര്യപൂർവ്വം ബൂത്തിനകത്ത് കയറി. ബൂത്തിനകത്ത് കയറുമ്പോൾ പോലും ഈ CPM ബൂത്ത് ഏജന്റുമാർ ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയല്ലേ, എനിക്കും പിണറായി വിജയനും തുല്യ അവകാശമാണ്. പിണറായി വിജയന് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ 10,000 രൂപ കെട്ടിവെച്ച് മത്സരിക്കുന്നു, ഞാനും അതുപോലെ തന്നെ കെട്ടിവെച്ച് മത്സരിക്കുന്നു. അദ്ദേഹത്തിനും എനിക്ക് തുല്യ അവകാശമാണ്. ജയിച്ചാലല്ലേ MLA ആവുള്ളൂ. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും അദ്ദേഹവും തുല്യമാണ്. എനിക്കിവിടെ കയറാൻ പാടില്ല എന്ന് പറയും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അപ്പം പിന്നെ മറുപടിയില്ല. ഒച്ചപ്പാടും ബഹളവും നടന്ന് നിരവധിയാർന്ന ബൂത്തുകളിലാണ്. അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് ഒരു ബൂത്ത് പോകുമ്പോൾ പിന്നെ അവർ വന്ന് ചീത്ത വിളിക്കണം. അതിൻ്റെ കേസ് എടക്കാട് പോലീസ് സ്റ്റേഷനിലുണ്ട്. എത്രയോ കേസുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കേസുകൾ. അങ്ങനെ ജനാധിപത്യ ധ്വംസനം നടക്കുന്ന ഇടത്താണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഉണ്ടായത്. ഇതൊരു വലിയ ആവേശകരമാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലവും ജനത്തെ വെല്ലുവിളിച്ച് നടന്ന ഒരു ഭരണാധികാരിയെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ 12:30 അടുക്കുന്നത് വരെ 4 മണിക്കൂർ, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് തുടങ്ങി 4 മണിക്കൂറോളം അദ്ദേഹം പിന്നിലാണ് എന്ന തരത്തിലൊരു വാർത്ത വരുത്തിയത് തീർച്ചയായും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി ലോകത്തിൻ്റെ മുന്നിൽ ഉണ്ടാക്കിയത്, ആ അഹങ്കാരത്തിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിയത് ഈ ധർമ്മടത്തെ ജനങ്ങൾ തന്നെയാണ്. തീർച്ചയായും അതിൽ ആവേശമുണ്ട്, അതിൽ അഭിമാനമുണ്ട്. ധർമ്മടത്തെ ജനങ്ങളോട് നന്ദിയും കടപ്പാടും ഉണ്ട്. ജീവിതകാലം മുഴുവൻ അവർ നൽകിയ വോട്ടിന് ഏകദേശം 65,000-ലധികം വരുന്ന വോട്ടുണ്ട്. ആ വോട്ടിന് നന്ദിയും കടപ്പാടോടും കൂടി അവർക്ക് വേണ്ടി ജനപ്രതിനിധി എന്ന് പറയുന്ന ലേബലില്ല എങ്കിൽ പോലും അവരുടെ സുഖദുഃഖങ്ങളിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അതുപോലെ തന്നെ താങ്കളോട് ഈ CPM പ്രവർത്തകരിൽ തന്നെ ചിലർ പറഞ്ഞു പിണറായി വിജയനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുണ്ടായിസം കാണിക്കുന്നതും ഈ ബൂത്തിൽ കയറുന്നത് തടയുന്നതും ഒക്കെ പാർട്ടിക്കാരാണോ അതോ ഈ കൊട്ടേഷൻ ടീമാണോ? അതല്ല, ഈ പാർട്ടിയുടെ തണലിൽ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനൊന്നുമല്ല. ഞാനിപ്പോൾ പിണറായിക്കെതിരെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പിണറായി വിജയനോട് എല്ലാ ബഹുമാനമുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രായത്തോട് ബഹുമാനമുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തോട് പിന്നെ ഒക്കെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കും. പക്ഷേ അക്രമത്തെയും അനീതിയെയും അഴിമതിയാണ് എതിർക്കുന്നത്. അത് നമുക്കറിയാം. വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിൽ FIR പ്രതി ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാം പ്രതി അദ്ദേഹമാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമാണ്. ഇവിടെ തന്നെ കണ്ടോത്ത് ഗോപിയേട്ടനെ നേരിട്ട് അദ്ദേഹം നയിച്ച ജാഥ പിന്നെ തടഞ്ഞ് പിണറായി വിജയൻ നേരിട്ട് മഴുകൊണ്ട് വെട്ടി. അദ്ദേഹത്തിൻ്റെ കൈ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ മുറിവിൻ്റെ പാടുകൾ, ലോകം കണ്ടതാണ്. അങ്ങനെ എത്രയോ അക്രമം നടത്തി രാഷ്ട്രീയ രംഗത്ത് തുടക്കം കുറിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവിക അക്രമ രാഷ്ട്രീയത്തെ ഇന്ന് എതിർക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴും അതിനെ ഇപ്പോൾ പിണറായിയിൽ നമ്മുടെ കല്യാശ്ശേരിയിൽ നടന്ന അക്രമത്തെ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ചെറുപ്പക്കാരെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനം എന്നാണ്. അപ്പം അതിനെയൊന്നും ഇപ്പം പുകഴ്ത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ. സ്വാഭാവികമായും എൻ്റെ ഒരു ക്യാരക്ടർ ഇതാണ്. ഞാൻ പറയേണ്ടത് മുഖത്ത് നോക്കി പറയും. കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ശ്രീ കെ സുധാകരൻ ഉൾപ്പെടെ അല്ലെങ്കിൽ എൻ രാമകൃഷ്ണൻ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചൊരു ശൈലിയുണ്ട്. ഉള്ളതുപോലെ തുറന്നു പറയും. അതിന് ഒരു ഭയവും തോന്നിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതേ ധർമ്മടത്താണ് ഞാൻ പഠിച്ചത്. അവിടെ ഒരു വർഷത്തോളം പോലീസ് അംഗരക്ഷകരുടെ സുരക്ഷയിലാണ് പഠിക്കേണ്ടി വന്നത്. ഞാൻ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് പിന്നെ KSU ജില്ലാ സെക്രട്ടറി ആയിരിക്കാണ് അവിടെ അഡ്മിഷൻ എടുത്തത്. ഞാൻ ഒരു വർഷക്കാലം പോലീസ് ഗൺമാന്മാരുടെ സുരക്ഷയിലാണ് പഠിച്ചത്. അന്ന് കണ്ണൂർ SP രാഹുൽ ആർ നായരായിരുന്നു. അത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് തുടർച്ചയായ അക്രമം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ റാഗിങ്ങിനൊക്കെ വിധേയമായി ക്രൂരമായ അക്രമത്തിന് വിധേയമായപ്പോൾ ഒരു ജീവൻ അപകടത്തിലാണെന്ന് കണ്ട് ഒരു വർഷക്കാലത്തോളം ഗൺമാൻ സുരക്ഷയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും രാഷ്ട്രീയ രംഗത്ത് നമ്മൾ നയിക്കുന്നത് ധൈര്യം. ആ ധൈര്യം എന്ന് പറയുന്നത് സത്യം വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ വിജയനെതിരെയുള്ള കേസുകൾ, വീണ തൈക്കണ്ടിക്കെതിരെയുള്ള കേസുകൾ, ആ വിഷയത്തിൽ നമ്മൾ ധൈര്യപൂർവ്വം ഈ ധർമ്മടത്ത് ഉൾപ്പെടെ പ്രകടനം നടത്തി പറഞ്ഞത് ഇതൊരു അഴിമതിയാണ്, ഇതൊരു കൊള്ളയാണ്, അതിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ധർമ്മടത്ത് തെരഞ്ഞെടുപ്പ് രംഗത്തും ധൈര്യപൂർവ്വം രാഷ്ട്രീയം പറയാനും ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ പറയാനും ഇത്രയേറെ അക്രമം ഉണ്ടായിട്ടും ബോർഡുകൾ തകർത്തിട്ടും പ്രചരണം തടസ്സപ്പെടുത്തിയിട്ടും CPM പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ കയറി ചെന്ന് ഞാൻ എത്രയോ CPM ഓഫീസുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. കയറിപ്പോയി വോട്ട് ചോദിക്കാനും എനിക്ക് ധൈര്യം പകർന്നത് ഈ പ്രചരണം ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിൽ പലരും എൻ്റെ അടുത്ത് ചെവിയിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ ജയിക്കണം, ഇവിടെ പാർട്ടി തോൽക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ പിണറായി വിജയന്റെ പതനം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ പിണറായി വിജയൻ ഇവിടെ തോൽക്കണമെന്ന് നേരിട്ട് പറഞ്ഞ എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം വോട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം UDFന്റെ വോട്ട് മാത്രമല്ല ഞാൻ സമാഹരിച്ചത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കാലാകാലങ്ങളായി ഇപ്പോഴും ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 പഞ്ചായത്തുകളിൽ ചെമ്പിലോടും അതുപോലെ തന്നെ അഞ്ചരക്കണ്ടിയിലും വേങ്ങാടിലും ഇപ്പോഴും ഇടതുപക്ഷ ഭരണമാണ്. പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. അപ്പോൾ ചിന്തിച്ചാൽ പോലെ
പോലെ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന്റെ ശക്തി. അവിടങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ 3000 വോട്ടിനോളം ലീഡ് പിടിച്ച് ഒരു 3-4 മണിക്കൂർ പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷക്കാരുടെ വോട്ട് അതിനകത്തുണ്ട്, CPM പ്രവർത്തകരുടെ വോട്ട് അതിനകത്തുണ്ട്. കാരണം കഴിഞ്ഞ തവണ പിണറായി വിജയന് കിട്ടിയ വോട്ട് പിണറായി വിജയന്റെ സ്വന്തം നാടായ പിണറായി പാറപ്പുറം ഉൾപ്പെടുന്ന ആ പഞ്ചായത്തിൽ പോലും പിണറായി വിജയനില്ല. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ധർമ്മടത്തില്ല. അതുപോലെ കഴിഞ്ഞ തവണ കിട്ടിയ ലീഡ് മുഴപ്പിലങ്ങാടില്ല. കഴിഞ്ഞ തവണ കിട്ടിയ ലീഡ് കടമ്പൂരിലില്ല. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പെരളശ്ശേരി പഞ്ചായത്തിൽ പോലും പിണറായി വിജയന് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഈ 31,000-ന്റെ ഭൂരിപക്ഷം കുറയുന്നത്. ഇപ്പൊ കേരളത്തിൽ പല സീറ്റ് UDF നേടി. 5000 വോട്ടിനും 7000 വോട്ടിനും 10000 വോട്ടിനും 15000 വോട്ടിനും തോറ്റ സീറ്റുകളൊക്കെ അതിൽ വലിയ ലീഡുള്ള വളരെ ചുരുക്കം സീറ്റുകളാണ്. എലത്തൂർ പോലെയുള്ള സീറ്റുകൾ മാത്രമാണ് വലിയ അട്ടിമറി നടന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഇത്രയും വലിയ ലീഡ് കുറയണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കഠിന പരിശ്രമമുണ്ട്. ആ പരിശ്രമം എന്ന് പറയുന്നത് ഇവിടുത്തെ UDF പ്രവർത്തകരുടേതാണ്, കോൺഗ്രസ് പ്രവർത്തകരുടേതാണ്, UDF നേതാക്കന്മാരുടേതാണ്. നല്ലൊരു ടീം വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ 5 വർഷക്കാലത്തെ ഒരു അനുഭവമുണ്ട്, ഒരു മുൻപരിചയമുണ്ട് തെരഞ്ഞെടുപ്പ്. 2021 തളിപ്പറമ്പിൽ സമാനമായിട്ടുള്ള ഒരു തേരോട്ടം താങ്കൾ നടത്തി. അന്ന് MV ഗോവിന്ദനായിരുന്നു ഇര. അതിനുശേഷം ആണ് ധർമ്മടത്തേക്ക് താങ്കളെ നിയോഗിക്കപ്പെട്ടത്. ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം. കാരണം പിണറായി വിജയനെതിരെ താങ്കളെപ്പോലെയുള്ള ഒരാൾ നിഷ്പ്രയാസം ജയിച്ചു കയറുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം അത്രയേറെ പിണറായി വിരുദ്ധത ഉണ്ടായിരുന്നു കേരള സമൂഹത്തിൽ. അതുകൊണ്ടായിരിക്കാം. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കെയാണ് പിന്നെ അപ്രതീക്ഷിതമായിട്ട് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി ബഹുമാനപ്പെട്ട AK സാറ് അദ്ദേഹം കൂടി മുൻകൈ എടുത്തിട്ടാണ് ഇന്ന് സ്ഥാനാർത്ഥിയായത്. എന്നെ തളിപ്പറമ്പിലും അഭിജിത്തിനൊന്ന് നോർത്തിലും പരീക്ഷിച്ചു ഞങ്ങൾ. പക്ഷെ ആ തളിപ്പറമ്പിലെ പോരാട്ടം, തളിപ്പറമ്പ് നമുക്കറിയാം 55 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. ഇത്തവണ ഒരു സാഹചര്യം വ്യത്യസ്തമായിരുന്നു. കാരണം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യവും വിവാദങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് തളിപ്പറമ്പിൽ ഒരു സാധ്യതയുണ്ട് എന്ന്. കാരണം അതിനു മുമ്പ് 43,000 വോട്ടിനാണ് ജെയിംസ് മാത്യു ജയിക്കുന്നത്. ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഒരു ഇടതുപക്ഷ തരംഗമാണ്. നമുക്കറിയാം 2ാം പിണറായി സർക്കാർ വരുന്ന കാലമാണ്. അന്ന് പേരാവൂരിൽ UDF ഭൂരിപക്ഷം കുറയുന്നു, ഇരിക്കൂർ വലിയ പോരാട്ടം നേരിടുന്നു. ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ 60,000 വോട്ട് ഭൂരിപക്ഷം നേടുന്നു. പയ്യന്നൂരും കല്യാശ്ശേരിയും 50,000 കിടക്കുന്നു. പിണറായി വിജയൻ 51,000 കിടക്കുന്നു. തലശ്ശേരി BJP സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നിട്ട് കൂടി ശംസീറിന് 36,000 കിടക്കുന്നു. കടന്നപ്പള്ളി ഭൂരിപക്ഷം കൂട്ടുന്നു. കണ്ണൂരിൽ അഴീക്കോട് നമുക്ക് നഷ്ടപ്പെടുന്നു. ആ ഇടതുപക്ഷ തരംഗം ഇങ്ങനെ കണ്ണൂരിൽ ആഞ്ഞടിക്കുമ്പോഴാണ് ആന്തൂരും മലപ്പുറം ഉൾപ്പെടുന്ന തളിപ്പറമ്പിൽ അവരുടെ നിലവിലുള്ള ഭൂരിപക്ഷം 43,000-ൽ നിന്ന് 22,000, അത് 1,00,000-ഓളം ഭൂരിപക്ഷം കുറയാണ്. നമ്മുടെ വോട്ട് ഷെയർ 50,000 ആയിരുന്നു അതുവരെ, അത് 70,000 കിടക്കാണ്, 1,00,000-ഓളം കിടക്കാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഇടതുപക്ഷ തരംഗത്തിനിടയിലും ഒരു നല്ല തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ നടത്താനും സംഘടനാ സംവിധാനം അവിടെയും പ്രയാസമുണ്ട്. മലപ്പുറത്തും ആന്തൂർ ഉൾപ്പെടെ വലിയ പ്രയാസങ്ങളുള്ള സ്ഥലമാണ്. ഒരുപാട് പാർട്ടി ഗ്രാമങ്ങൾ ധർമ്മടത്തിന് സമാനമായുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ ഒരു സാധ്യത UDF-ന്റെ, ഇപ്പോൾ ധർമ്മടം പോലെയല്ല തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി, 2 മുനിസിപ്പാലിറ്റിയിൽ ഒന്ന് നമ്മുടെ കയ്യിലാണ്. 7 പഞ്ചായത്തുകളിൽ 2 പഞ്ചായത്ത്, കൊളശ്ശേരിയും ചപ്പാരപ്പടവും നമ്മുടെ കാലാകാലങ്ങളെ UDF ഭരണമാണ്. കുറച്ചുകൂടി UDF-ന് സ്വാധീനമാണ്. മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ തളിപ്പറമ്പ്. അപ്പോൾ അവിടെ വലിയ സാധ്യതയുണ്ട് എന്ന് തെരഞ്ഞെടുപ്പിലെ ഒരു ഇതിന് മനസ്സിലാക്കി 5 വർഷക്കാലവും ഞാൻ അവിടെ തന്നെയായിരുന്നു. അത് നമ്മളിപ്പോൾ ഏത് കാര്യത്തിലാണ് നമ്മൾ വാക്ക് പറഞ്ഞാൽ പാലിക്കണമല്ലോ. അപ്പോൾ അവരോട് വോട്ട് നൽകിയാൽ അത് പാഴാവില്ല എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതാണ്. അപ്പോൾ ഞാൻ 5 വർഷക്കാലവും അവരുടെ സുഖദുഃഖങ്ങളിലൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ബഹുമാനായ ശരീരനായ PT തോമസിനോട് പറഞ്ഞു നമ്മൾ കേന്ദ്രീകരിച്ച് നിൽക്കണം, അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ ഭാവി രാഷ്ട്രീയത്തിൽ ഗുണപ്പെടുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ നിർദ്ദേശമായിരുന്നു. അദ്ദേഹം ഒരുപാട് ഉപദേശിച്ചിരുന്നു അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നെ ആ റിസൾട്ട് നോക്കിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ തന്നെ കേന്ദ്രീകരിച്ചു. മത്സരിക്കുക എന്നുള്ളതല്ല, അവിടെ തന്നെ അവിടെ ഏതാവശ്യത്തിനും ജനങ്ങൾ വിളിക്കും, ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അവരുടെ എന്ത് കല്യാണമായാലും മരണമായാലും സുഖദുഃഖങ്ങളിലൊക്കെ നിരന്തരം, ഞാനത് രാവിലെ പോയ വൈകുന്നേരം വരെ പല ദിവസങ്ങളിലും അവിടെ തന്നെയാണ്, മണ്ഡലത്തിൽ തന്നെ ഉണ്ടാവുക. അതുപോലെ തന്നെ നിരന്തരമായ അവിടുത്തെ ജനങ്ങളുടെ അവകാശ സമരങ്ങൾ. ഗോവിന്ദ മാഷ് ജയിച്ചു, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പുള്ളി യാത്രകളും പാർട്ടി പരിപാടിയും തിരുവനന്തപുരത്തേക്കായിരുന്നു. MLA എന്ന നിലയിൽ പൂർണ്ണമായി പരാജയമായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ സാന്നിധ്യത്തിൽ അപ്പോൾ പലപ്പോഴും CPM പ്രവർത്തകർ വിളിച്ചാൽ തന്നെ ഫോൺ എടുക്കുമോ അല്ലെങ്കിൽ അവരുടെ വീടുകൾ പോകുമൊന്നുമില്ല. അപ്പം അതിൻ്റെ വാശിപ്പുറത്ത്, ഗോവിന്ദ മാഷ് വരാത്തതിൻ്റെ വാശിപ്പുറത്ത് CPM-ന്റെ നേതാക്കന്മാരും പ്രവർത്തകരും കല്യാണത്തിനായാലും വീട്ടിലെ ചടങ്ങുകളിലായാലും എന്നെ വിളിക്കും. സ്വാഭാവികമായിട്ടും ഞാൻ കടന്നു പോകും. അപ്പോൾ അവരുടെ ഇടയിലും വലിയൊരു സൗഹൃദം CPM-ന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെ ഇടയിലും ഈ തളിപ്പറമ്പിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് ബഹുമാനായ മുൻ KPC പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ KS ദാരൻ തന്നെ പരസ്യമായി പല വേദികളിലും തളിപ്പറമ്പിൽ അടുത്ത സ്ഥാനാർത്ഥി ഞാനായിരിക്കും എന്നുള്ള രീതിയിൽ പരാമർശം നടത്തി. ഒരു നേതാക്കന്മാരും അത് ഒരു പരിധിവരെ അംഗീകരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തന്നെയായിരുന്നു 5 വർഷക്കാലം നടത്തിയത്. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 800 വോട്ട് അതിന് മുമ്പ് ലീഡ് കിട്ടി. പിന്നീട് നമ്മൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, അവിടുത്തെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം കൊണ്ട് 8,800 വോട്ട് ഭൂരിപക്ഷം പാർലമെന്റിൽ കിട്ടി. അപ്പോൾ സ്വാഭാവികമായി
സ്വാഭാവികമായും നമുക്ക് എന്തായാലും നമ്മുടെ അവിടുത്തെ ട്രെൻഡ് മാറുകയാണ്, കാറ്റ് മാറുകയാണ്, രാഷ്ട്രീയം മാറുകയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിനകത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഓരോ സ്ഥാനാർത്ഥികളുടെയും കൂടെ വീട് കയറി. സ്ഥാനാർത്ഥികൾ അവരുടെ വാർഡുകളിലും ബ്ലോക്കുകളിലും ജില്ലാ പഞ്ചായത്തിലും കയറുമ്പോൾ ഞാൻ സമയമിട്ട് 1, 2, 3 മണിക്കൂർ വെച്ച് പ്രധാനപ്പെട്ട ഓരോ സ്ഥലങ്ങളിലും വീട് കയറി. അങ്ങനെ ആരെങ്കിലും കയറിയോ എന്ന് എനിക്കറിയില്ല. ആ നിയോജക മണ്ഡലത്തിൽ മുഴുവൻ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സ്ഥാനാർത്ഥികളുടെ കൂടെ വീട് കയറി ഒരു വലിയ മുന്നൊരുക്കം അതുമായി ബന്ധപ്പെട്ട് നടത്തി. വോട്ടർ പട്ടിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെട്ടു. ഒരു ഘട്ടം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് എല്ലാവിധ മാനസികമായ ഒരുക്കങ്ങൾ നടത്തി, മത്സരിക്കാൻ ഒരുക്കങ്ങൾ നടത്തി. നേതാക്കന്മാരോടെല്ലാം വിഷയം പറഞ്ഞു, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട്, നമുക്ക് ജയിക്കാം, UDFിൻ്റെ രാഷ്ട്രീയ കാര്യത്തിൽ തന്നെ ജയിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എല്ലാവരോടും, നമുക്ക് 5000 തൊട്ട് 10000 വരെ വോട്ടിന് ഭൂരിപക്ഷത്തിന് രാഷ്ട്രീയപരമായി ജയിക്കാം. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം കൂടി ആയപ്പോൾ നമുക്കതൊരു 25000 ഭൂരിപക്ഷത്തിനെങ്കിലും, കാരണം സ്വാഭാവികമായിട്ടും CPMൻ്റെ എതിർപ്പ് അതിശക്തമാണ്. ഒരുപാട് CPMൻ്റെ പ്രാദേശികമായ പ്രവർത്തകരും നേതാക്കന്മാരും PK ശ്യാമളയെ പ്രഖ്യാപിച്ചപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി നിൽക്കുന്നു, ഞങ്ങൾ ജയിപ്പിക്കാം. അത് ആന്തൂരിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ഉൾപ്പെടെ CPMൻ്റെ നേതാക്കന്മാർ, അവരുടെ ബാങ്ക് ജീവനക്കാർ, അവരുടെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരിക്കലും PK ശ്യാമളെ അംഗീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും തോറ്റിട്ടും നിങ്ങൾ 5 വർഷക്കാലം ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ പ്രവർത്തകരുടെ വീടുകളിൽ ഉൾപ്പെടെ വന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നു, രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ അംഗീകരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വോട്ട് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, ഒരു മടിയും വേണ്ട, ധൈര്യമായി മത്സരിച്ചോളൂ, ഞങ്ങൾ മുഴുവൻ വോട്ട് മാറ്റി ചെയ്യാൻ തയ്യാറാണെന്ന് എത്രയോ CPMൻ്റെ പ്രവർത്തകർ തളിപ്പറമ്പിലെ നേരിട്ട് കണ്ടും ഫോൺ വിളിച്ചും അല്ലാതെയൊക്കെ അറിയിച്ചു. അപ്പോൾ അതിശക്തമായ എതിർപ്പ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് കുറച്ചുകൂടി ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്താണ് PK ശ്യാമളയോടുള്ള സ്ഥാനാർത്ഥിത്വത്തോടുള്ള എതിർപ്പ് കൊണ്ട് ശ്രീ TK ഗോവിന്ദൻ, അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുകയും സ്വാഭാവികമായും CPM എന്നുള്ള എല്ലാ നേതാക്കന്മാരുടെയും വലിയൊരു വിഭാഗം നേതാക്കന്മാരുടെയും പിന്തുണയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ദേശീയ നേതാക്കന്മാർ അദ്ദേഹത്തിന് ദേശീയ നേതൃത്വം അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു സ്വാഭാവികമായും സ്ഥാനാർത്ഥിയാക്കും വന്നാൽ. അപ്പോൾ അദ്ദേഹം ഡിമാൻഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത്. സ്വാഭാവികമായും ആ രാഷ്ട്രീയ സാഹചര്യത്തെ നേതൃത്വം വളരെ പെട്ടെന്ന് തന്നെ എന്നെ ബോധ്യപ്പെടുത്തി. നേരിട്ട് വിളിച്ചു, നേതാക്കന്മാരൊക്കെ വിളിച്ചു. അത് കഴിഞ്ഞ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേരിട്ട് DCC പ്രസിഡന്റ് അധ്യക്ഷതയിൽ തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക യോഗം ചേർന്ന് രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി. കാരണം ഒരു വിസ്മയം നടക്കുകയാണ്. G സുധാകരൻ, PK ശശി, അതുപോലെ തന്നെ നമ്മുടെ ഐഷ പോറ്റി, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ വരവ്. മലബാറിൽ സ്വാഭാവികമായിട്ട് TK ഗോവിന്ദൻ്റെ വരവ് കൂടി, പ്രത്യേകിച്ച് കുഞ്ഞികൃഷ്ണനപ്പുറം സ്ഥാനാർത്ഥിയാക്കാൻ DCCയുടെ കൂടെ തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം പാർട്ടിക്ക് ഗുണം ചെയ്യും. തെരഞ്ഞെടുപ്പിൽ മറ്റ് കാര്യങ്ങളെല്ലാം നോക്കുക, വിജയമാണല്ലോ നോക്കുക. ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനുണ്ട്. അപ്പം പാർട്ടിയുടെ തീരുമാനം ഇതാണ് എന്ന് അറിയിച്ചപ്പോൾ ഞാൻ പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല. കാരണം പാർട്ടി ജയിക്കുക, നമ്മളൊരു MLA ആവുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു 5 വർഷത്തെ നിരന്തര കഷ്ടപ്പാട്, അല്ലെങ്കിൽ 20 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക്, വ്യക്തി എന്നതിനപ്പുറത്തേക്ക് ഞാൻ ആഗ്രഹിച്ചത് പാർട്ടിയുടെ വിജയം. നേതാക്കന്മാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഗുണത്തിനായിരിക്കും. പ്രത്യേകിച്ച് അഖിലേന്ത്യാ നേതൃത്വം കൂടി ഇടപെട്ടെടുത്ത തീരുമാനമാണ്. സ്വാഭാവികമായിട്ടും മറിച്ചൊരു അക്ഷരം പറയാതെ. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു അഭിപ്രായവും ആരാഞ്ഞു. ജനാധിപത്യം അതിൽ വലിയ സന്തോഷം എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. നേതാക്കന്മാരുടെ താല്പര്യത്തിന് എന്താ പറയേണ്ട ഒരു അഭിപ്രായം ആരാഞ്ഞു. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പിന്നെ പാർട്ടി താല്പര്യം ഇതാണെന്ന് അറിയിച്ചപ്പോൾ ഞാൻ ഒരു മടിയും കൂടാതെ ഞാൻ അവിടുന്ന് പറഞ്ഞു, ഒരു പ്രയാസം എന്നെ സംബന്ധിച്ചില്ല. അവിടെ TK ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി വന്നാൽ പൂർണ്ണമായ സന്തോഷത്തോട് സ്വീകരിക്കും. മറ്റു പ്രവർത്തകരോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കൂടി ഞാൻ തയ്യാറാണ് എന്ന് നേതൃത്വത്തെ അറിയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നേതൃത്വം പറഞ്ഞല്ല, മാറി മത്സരിക്കണം. കാരണം ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത്രയും ഒരുക്കങ്ങൾ നടത്തി നിന്നിട്ട് പിന്നെ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തിന് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ നേതാക്കന്മാരെയും ഒറ്റക്കെട്ടായിരുന്നു. ബഹുമാന്യനായ KPC പ്രസിഡന്റ് തന്നെ എന്നോട് പറഞ്ഞു, മത്സരിക്കേണ്ടി വരും, ഒരു സ്ഥലത്ത് എന്തായാലും നിർബന്ധമായും തന്നെ മത്സരിപ്പിക്കും എന്ന് KPC പ്രസിഡന്റാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ബഹുമാന്യനായ അഖിലേന്ത്യാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ACCയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മാഡം ഉൾപ്പെടെ എല്ലാവരും ബന്ധപ്പെട്ടു, മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രയാസമില്ല, എന്നെ ഇതിന് എന്താ പറയേണ്ടത്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മത്സരിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാനിവിടെ പ്രവർത്തിച്ചോളാം, ഒരു പ്രയാസം എന്നെ സംബന്ധിച്ചില്ല എന്ന് പറഞ്ഞെങ്കിലും പാർട്ടി നേതൃത്വം തീരുമാനമെടുത്ത് സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിന് മുമ്പായിട്ട് തന്നെ KPC പ്രസിഡന്റ് അറിയിക്കുകയായിരുന്നു. ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഫോണിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തന്നെയാണ് മത്സരിക്കണം, മണ്ഡലം ധർമ്മടാണ് എന്ന രീതിയിൽ എന്നോട് അവസാനം തീരുമാനം അറിയിക്കുന്നത്. KPC പ്രസിഡന്റ് സൂചന നൽകിയിരുന്നു. ഇതൊക്കെ ഒരു 1-2 ദിവസം കൊണ്ട് നടന്ന ഡെവലപ്മെൻ്റാണ്. പക്ഷേ ഒരു അന്തിമമായ തീരുമാനം ബഹുമാനായ ശ്രീ VD സതീശൻ അറിയിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തോട്
അദ്ദേഹം പറഞ്ഞു നല്ല പെർഫോമൻസ് നടത്തണം എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഞാൻ പറഞ്ഞു എന്തായാലും സാറേ, എന്തായാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി മനുഷ്യസാധ്യമായതെല്ലാം ഞാൻ അവിടെ ചെയ്യും അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്ത. അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ വന്ന ഉടനെ തന്നെ ഞാൻ ധർമ്മടത്തേക്ക് വരികയും ധർമ്മടത്ത് നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തളിപ്പറമ്പിലെ സ്വാഭാവികമായും ഇപ്പോൾ വിജയമുണ്ട്, അവിടെ എന്ത് തന്നെയാലും ജയിക്കുമായിരുന്നു. നമ്മളൊരു 5000 തൊട്ട് 10000 വോട്ടിന് വരെ ജയിക്കുമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ളൊരു വിജയം കിട്ടിയത് ശ്രീ ടി കെ ഗോവിന്ദൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഒരു ഗുണം കൂടി അവിടെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശാലമായ ബന്ധുബലമുണ്ട്, അദ്ദേഹം വലിയ പാരമ്പര്യമുള്ള നേതാവാണ്. CPM അദ്ദേഹം പിണറായി വിജയനെ പോലെ തന്നെ പാരമ്പര്യമുള്ള ഒരു മുതിർന്ന നേതാവാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ പരിചയങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അതൊക്കെ അവിടെ ഗുണം ചെയ്തിട്ടുണ്ട്. പൊതുവെ ഒരു ട്രെൻഡും അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയത്. എന്തായാലും അതിലൊന്നും നിരാശയില്ല. കാരണം പാർട്ടിക്ക് ഒരു വലിയ വിജയം പയ്യന്നൂരും നമ്മളൊന്നും എന്താ പറയുക എത്രയോ കാലം പയ്യന്നൂർ ഒരു കാലത്തും ജയിച്ചിട്ടില്ല. അത് കുഞ്ഞികൃഷ്ണൻ തളിപ്പറമ്പ് UDF ഒറ്റയ്ക്ക് ജയിക്കായിരുന്നു. പക്ഷേ ടി കെ ഗോവിന്ദൻ്റെ വരവോടുകൂടി വലിയ വിജയം ഉണ്ടായി. പയ്യന്നൂരിൽ 50,000 വോട്ടായിരുന്നു കുറേ കാലമായിട്ട്, അതിൻ്റെ ഉള്ളിലായിരുന്നു വോട്ട് ഷെയർ. അതിൻ്റെ മുകളിലേക്ക് പോയത് കുഞ്ഞികൃഷ്ണൻ്റെ മാത്രം രാഷ്ട്രീയ എന്താ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മാത്രം പിന്തുണ കൊണ്ടാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വീകാര്യതയാണ്. അതിൽ CPM-ന്റെ സ്ഥാനാർത്ഥി മധുസൂദൻ്റെ കൂടെ നടന്ന ആളുകൾ പോലും, എനിക്കൊന്ന് ചീഫ് ഏജന്റിന്റെ കുടുംബത്തിന് പോലും വോട്ട് കുഞ്ഞികൃഷ്ണനാണ് കിട്ടിയത്. CPM-ന്റെ പകല് TM മധുസൂദന് മുദ്രാവാക്യം വിളിച്ചവർ പോലും രാത്രി കാലത്ത് പോയിട്ട് കുഞ്ഞികൃഷ്ണന് വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ എത്രയോ കഥകളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ നാട് കൂടിയാണ്, അപ്പം എനിക്ക് കൂടുതൽ അറിയാം. അപ്പോൾ അങ്ങനെ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഭാരവാഹികളും ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളും കൂട്ടത്തോടെ കുടുംബത്തോടെ ആർക്ക് വോട്ട് ചെയ്തു? DYFI നേതാക്കന്മാരും SFI നേതാക്കന്മാരെല്ലാം കൂട്ടത്തോടെ വോട്ട് ചെയ്തത് കുഞ്ഞികൃഷ്ണനാണ്. അല്ലാതെ ഈ വോട്ട് വരില്ലല്ലോ. കാരണം പയ്യന്നൂർ ആ വോട്ട് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ട് അത് കുഞ്ഞികൃഷ്ണന്റെ വ്യക്തി മികവിന് കൂടി അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾക്ക് കൂടി ജനവും കമ്മ്യൂണിസ്റ്റുകാരും നൽകിയ അംഗീകാരമാണ്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം പാർട്ടി നേതൃത്വം എടുത്ത ഈ തീരുമാനം എല്ലാം പൊതുവിൽ കണ്ണൂരിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോഴും ധർമ്മടത്ത് എനിക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള സങ്കടമുണ്ട്. നമുക്ക് ജയിക്കാമായിരുന്ന അഴീക്കോടും കൂത്തുപറമ്പും നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ചെറിയ വോട്ടിനാണ്, 1000 വോട്ടിനാണ് കൂത്തുപറമ്പ്, അതുപോലെ തന്നെ 300 വോട്ടിനാണ് അഴീക്കോട്. അതൊക്കെ നമുക്കൊന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ തരംഗത്തിൽ എന്തായാലും ജയിച്ചു കയറാമായിരുന്നു എന്നുള്ള ഒരു ഇതുകൂടി രാഷ്ട്രീയപരമായ ഇതുകൂടി ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ എന്ത് മാനസിക സുഖമാണ്. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ മാതാപിതാക്കളെ ആക്ഷേപിക്കുമ്പോൾ ഇവർക്കും വീട്ടിൽ മാതാപിതാക്കളില്ലേ? ഇവർക്കും വീട്ടിൽ കുടുംബാംഗങ്ങളില്ലേ? എല്ലാ സർക്കാർ ഓഫീസുകൾ കൂട്ടത്തോടു കൂടി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം ഈ ധർമ്മടമാണ്. കേരളത്തിൽ CPM-നെ ഇപ്പോൾ നശിപ്പിക്കുന്നത് ഈ സൈബർ വെട്ടുകളി കൂട്ടങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ പനി വന്നാലോ ചുമ വന്നാലോ കിടത്തി ചികിത്സിക്കാൻ ഒരു ബെഡുള്ള ആശുപത്രി അദ്ദേഹം 10 വർഷക്കാലം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ തുടങ്ങി കൊടുത്തിട്ടില്ല. നമ്മൾ എപ്പോഴെങ്കിലും പിണറായി വിജയന്റെ ചുറ്റും ഈ ആൾക്കൂട്ടത്തെ കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ ചിന്തിക്കണം. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ചിന്തിക്കണം, എന്തുകൊണ്ടാണ് അങ്ങനെ കൂടാത്തത്? MV ഗോവിന്ദന്റെ ചുറ്റും ആൾക്കൂട്ടത്തെ കണ്ടിട്ടുണ്ടോ?